الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പടച്ച തമ്പുരാൻ മാപ്പാക്കി തരികയും അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവുമൊക്കെയാണ് മഗ്‌രിബ് നമസ്കാരാനന്തരം നമ്മുടെ ഈ പള്ളി അങ്കണത്തിൽ ഈ വേദിയിൽ വച്ച് നടന്നത്. അതിൻ്റെ ഒരു സമാപനമാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതാനും ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളൊക്കെ വളരെ അത്യാവശ്യവും വളരെ നേരത്തെ നമ്മുടെ മഹല്ലിൽ നടപ്പിലാക്കേണ്ടതുമായിരുന്നു. ഞാനതിനകത്ത് രണ്ട് കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ ഇൻഷാ അല്ലാഹ് നാളെ അസ്തമയത്തോടു കൂടി ഒരുപക്ഷെ നമുക്ക് സമാഗതമാകാം. അല്ലെങ്കിൽ മറ്റന്നാളോടെ നമ്മൾ ഈ വർഷത്തെ വിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കുക. ഈ റമദാനിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു രണ്ട് കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ പലതും നമ്മുടെ കുടിവെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലും പള്ളിയുടെ ഒളു ചെയ്യാൻ ഏർപ്പെടുത്തിയ സൗകര്യമാണെങ്കിലും അതേപോലെ മയ്യത്ത് ഷെൽട്ടറും സോളാറിൻ്റെ സംവിധാനവുമൊക്കെ പശ്ചാത്തല സൗകര്യങ്ങളെന്ന നിലയ്ക്ക് വളരെ അനിവാര്യമാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരി രണ്ട് കാര്യങ്ങൾ, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ വളരെ മുൻഗണന കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് സക്കാത്ത് സംവിധാനമാണ്. അൽഹംദുലില്ലാഹ് ഈരാറ്റുപേട്ടയിൽ തന്നെ ആദ്യമായി നമ്മുടെ പള്ളിയിൽ സക്കാത്ത് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. അത് തുടങ്ങുമ്പോൾ ഞാനിവിടെ ഉണ്ട്.
2001 മുതൽ 2006 വരെയുള്ള പീരീഡ് ഞാൻ പുത്തമ്പള്ളിയിലുണ്ട്. അപ്പം ഞാൻ ആദ്യകാല പ്രവർത്തനങ്ങളിലൊക്കെ ഏറെക്കുറെ പങ്കാളികളാകാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ പൈസ വരുന്ന ഒരവസ്ഥയായിരുന്നില്ല. സുബഹി കഴിഞ്ഞ് ഞങ്ങൾ റമദാനിൽ വീടുകളിൽ കയറി സക്കാത്തിനെ കുറിച്ച് ഉത്ബോധിപ്പിച്ച് സക്കാത്തിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് അവസ്ഥകൾ മാറി. പള്ളിയുടെ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് വെള്ളിയാഴ്ച പറഞ്ഞാൽ നേരത്തെ നെതുറുസ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മഹല്ല് മാറിയിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിൽ നമ്മുടെ മഹല്ലിൽ ഒരു പ്രശ്നവുമില്ല. എന്തു പറഞ്ഞാലും തരാൻ കഴിവുള്ള മനസ്സുള്ള ധാരാളം ആളുകൾ നമ്മുടെ മഹല്ലിലൊന്നുണ്ട്. അപ്പോൾ നമ്മുടെ സക്കാത്ത് സംവിധാനം കുറച്ചുകൂടി ശക്തമായ രീതിയിൽ നമ്മുടെ മഹല്ലിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എങ്കിലും ഒരു വലിയ സംഖ്യകൾ കൊടുക്കുന്നുകൊണ്ടാണ് നമ്മുടെ പ്രൊജക്റ്റൊക്കെ സത്യം പറഞ്ഞാൽ നടന്നു പോകുന്നത്. അപ്പം സക്കാത്ത് ദാതാക്കളായ ആളുകളെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. സക്കാത്തിനെ സംബന്ധിച്ച് ഈ റമദാനിൽ കൃത്യമായി ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് സമ്പന്നരായ മുഴുവൻ ആളുകളെയും സക്കാത്ത് കൊടുക്കേണ്ടി വരുന്ന നിർബന്ധമായ മുഴുവൻ ആളുകളെ കൊണ്ടും സക്കാത്ത് കൊടുപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ റമദാൻ നമ്മൾ മാറ്റിയെടുക്കണം. ജമാഅത്ത് കമ്മിറ്റിയോട് എനിക്ക് പറയാനുള്ളത് അത് നമ്മളൊരു അജണ്ടയായി സ്വീകരിക്കണം. ഈ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള അതിപ്രധാനമായൊരു ദൗത്യം അത് തന്നെയാണ്. ഈ പുത്തമ്പള്ളി മഹല്ലിലെ ആളുകൾ കൃത്യമായി സക്കാത്ത് കൊടുത്താൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, 5 വർഷം കൊണ്ട് പുത്തമ്പള്ളി മഹല്ലിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മഹല്ല് സ്വയം പര്യാപ്തമാകും. അത്രമാത്രം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ നമ്മുടെ മഹല്ലിലുണ്ട്. അത് കൃത്യമായി ഏൽപ്പിക്കുന്ന, അത് വാങ്ങിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മഹല്ല് മാറേണ്ടതുണ്ട്. സമ്പന്നന്മാർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. സമ്പത്ത് എന്നുള്ളത് അള്ളാഹു കനിഞ്ഞരുളിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അത് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. പക്ഷെ ആർക്കാണ് സമ്പത്ത് നല്ലതായി തീരുന്നത്? നിഅമൽ മാലു സ്വാലിഹു ലിൽ അബ്ദി സ്വാലിഹി. സമ്പത്ത് ലഭിച്ച സമ്പന്നൻ നല്ലവനാകുമ്പോഴാണ് അവൻ്റെ സമ്പത്തും നല്ലതായി തീരുക. ഒരാൾ സമ്പന്നനാണെന്നുള്ളത് അയാളുടെ ഒരു യോഗ്യതയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തവാദ അലി ഗനിയിൻ ലി അജലി ഐനാഹു ഫഖദ് ദഹബ സുലുസാ ദീനിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളൊരു സമ്പന്നന് മുന്നിൽ വിനയം കാണിച്ചാൽ, സമ്പന്നനാണ് എന്നതിൻ്റെ പേരിൽ ഒരാളോട് ഒരാൾ ബഹുമാനം കാണിച്ചാൽ, ഫഖദ് ദഹബ സുലുസാ ദീനിഹി, അവൻ്റെ ദീനിൻ്റെ 2/3 അവന് നഷ്ടപ്പെട്ടു. ഒരാൾ സമ്പന്നനായതിൻ്റെ പേരിൽ ഒരു ബഹുമാനവും അയാളോട് നമുക്കില്ല. അങ്ങനെ ഒരു വിനയവും അയാളോട് കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ ദീനിൻ്റെ 2/3 നഷ്ടപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സമ്പന്നൻ എന്നുള്ളത്, ഒരാളുടെ സമ്പത്ത് അയാൾക്കുള്ളത് കൊണ്ട് അയാളൊരു പരിഗണനയും അർഹിക്കുന്നില്ല. അയാൾക്ക് ഈ നാട്ടിലൊരു വിലയും നമ്മൾ കൽപ്പിക്കുന്നില്ല. ഇസ്ലാമിക ശരീഅത്തിൽ ഒരു നിലയും ഒരു വിലയും അയാൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അയാൾ സമ്പന്നനാണ്, കൂടെ സക്കാത്ത് കൂടി കൊടുക്കുമ്പോഴാണ് അയാൾക്ക് ഇസ്ലാമിക ശരീഅത്ത് എന്തെങ്കിലും ഒരു മഹത്വം കൽപ്പിക്കുന്നത്. സാധാരണ ഉസ്താദ്മാരെ കുറിച്ച് പറയാനുള്ള ഒരു പരാതിയാണ്, പണക്കാരോട് വലിയൊരു ഒരു ചായ്വ് കാണിക്കുന്നു. ദശയുള്ളിടത്ത് കത്തിയേറാന്ന് പറയാം. വെറുതെയാണ്, വലിയ പണക്കാരൊന്നും കിട്ടൂല. പാവപ്പെട്ടവനാണ് എന്തെങ്കിലും കൊടുക്കുക. അതിപ്പോൾ ഉസ്താദ്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഏതായിരുന്നാലും പണക്കാരനെ കാണുമ്പോൾ ഒരു ബഹുമാനം തോന്നുന്നെങ്കിൽ, അവൻ്റെ മുന്നിൽ മുണ്ടഴിച്ചിടാൻ തോന്നുന്നെങ്കിൽ, അവനെ കാണുമ്പോൾ കൈകൂപ്പാനും വണങ്ങാനും തോന്നുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിന്റെ ദീനിൻ്റെ 2/3 നിനക്ക് പോയി. അതുകൊണ്ട് പണക്കാരനാണ് എന്നുള്ളത് ഒരു ബഹുമാനവും അതിൻ്റെ പേരിൽ പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. തന്നെയല്ല, ഒരാൾ അയാളുടെ പണത്തിൻ്റെ കൃത്യമായ സക്കാത്ത് കൊടുത്തു, ഹലാലായ രീതിയിലൂടെ സമ്പാദിച്ചു, ഹലാലിൽ മാത്രം ആ സമ്പത്ത് ചെലവഴിച്ചു, എന്നാൽ പോലും നാളെ സ്വർഗത്തിൽ കിടക്കാൻ 500 കൊല്ലം കാത്തു നിൽക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എല്ലാം കൃത്യമാണ്.
ഒരു ഹറാമുമില്ല. എങ്കിൽ പോലും 500 കൊല്ലം സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും പാവപ്പെട്ടവൻ കടന്നതിന് ശേഷം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലും ഈ ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ടവൻ കടന്നതിന് ശേഷം 500 കൊല്ലക്കാലം സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കേണ്ടി വരും. കാരണം ഈ സമ്പത്തിന്റെ കണക്ക് പടച്ചവന്റെ അടുത്ത് ബോധിപ്പിക്കണം. അതുകൊണ്ട് സമ്പന്നനാവുക എന്നുള്ളതൊരു യോഗ്യതയുമല്ല. ആ സമ്പന്നൻ അവന്റെ സമ്പത്തിനെ കൃത്യമായി പടച്ച തമ്പുരാൻ പറഞ്ഞ രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ് ആ സമ്പന്നന് മഹത്വം ഉണ്ടായിത്തീരുക. ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനായിരുന്നില്ലേ ഖാറൂൻ? വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഖുർആൻ പറഞ്ഞില്ലേ, ഖാറൂനിന് ഞാൻ കൊടുത്തു സമ്പത്തിന്റെ കുമ്പാരങ്ങൾ. ഒരു പറ്റം ഒട്ടകക്കൂട്ടങ്ങൾ ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു ഖാറൂൻ മുതലാളിയുടെ ഖജനാവിന്റെ താക്കോലുകൾ. ഇത്ര വലിയ സമ്പന്നനായ ഖാറൂനിന് അവസാനം എന്തുണ്ടായി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ സക്കാത്ത് വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാം ഇസ്രായേലി സമൂഹത്തിൽ പ്രഖ്യാപിച്ചു, നിങ്ങളുടെ സമ്പത്തിന്റെ കൃത്യമായ ഒരു ശതമാനം സക്കാത്തായി പാവപ്പെട്ടവന് കൊടുക്കണം. ഖാറൂൻ മുതലാളിയോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാറൂൻ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ നിശ്ചിതമായൊരു വിഹിതം സക്കാത്തായി മേടിക്കണമെന്ന് പടച്ച തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അത് തരണം. ഖാറൂൻ മുതലാളി മൂസാ നബി അലൈഹി സ്വലാമിന്റെ ബന്ധുവാണ്. പക്ഷേ തന്റെ സമ്പത്തിന്റെ വിഹിതം സക്കാത്തായി കൊടുക്കണമെന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂനിനോട് ആവശ്യപ്പെടുമ്പോൾ ഖാറൂൻ മുതലാളി ചെയ്തത് ബനി ഇസ്രായേലിൽപ്പെട്ട സമ്പന്നരെ സംഘടിപ്പിച്ചു. സമ്പന്നരെ സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, മൂസ ഇത്രയും നാൾ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു, നിങ്ങൾ അനുസരിച്ചു. അവസാനം മൂസ കൊത്തി കൊത്തി മുറത്തി കയറി കളിക്കൊത്താൻ തുടങ്ങി. നമ്മുടെ സമ്പത്തിന്റെ വിഹിതം ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഇസ്രായേലി സമൂഹം പറഞ്ഞു, ഖാറൂനെ, ഞങ്ങൾക്കിത് കൊടുക്കാൻ കഴിയില്ല, നീ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരണം. അവസാനം ഖാറൂൻ ഒരു പോംവഴി കണ്ടുപിടിച്ചു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ലുബ്ധന്മാരായ മുതലാളിമാരോട് ഞാൻ പറയാണ്, നിങ്ങൾക്കും വരാനിരിക്കുന്നത് ഖാറൂനിൻ്റെ അവസ്ഥയായിരിക്കും. ഖാറൂൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു തന്ത്രമുണ്ട്. നമുക്ക് ഈ നാട്ടിലെ ദുസ്വഭാവിയായ ഒരു പെണ്ണിനെ സമീപിക്കാം, എന്നിട്ട് അവൾക്ക് പൈസകൾ കൊടുക്കാം. അവൾക്ക് പൈസ കൊടുത്ത് അവളെ സ്വാധീനിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് നമുക്ക് പ്രചരിപ്പിക്കാം, അവളെ കൊണ്ട് പറയിക്കാം. ആ പെണ്ണ് ഇസ്രായേലി സമൂഹം ഖാറൂൻ വച്ചു നീട്ടിയ നാണയത്തുട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലി സദസ്സിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ അവിഹിതം ആരോപിക്കാൻ തയ്യാറായി. ഖാറൂനിന്റെ അഭ്യർത്ഥന പ്രകാരം കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം ആളുകളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഖാറൂൻ പറഞ്ഞു മൂസാ നബിയോട്, മൂസ, നിനക്ക് പടച്ച തമ്പുരാൻ ഇറക്കി തന്ന ആ ശരീഅത്തിനെ കുറിച്ച് നീ ഒന്ന് പറയണം. എന്തെല്ലാം നിയമങ്ങളാണ് നിന്റെ റബ്ബ് ഇറക്കി തന്നിട്ടുള്ളത്? മൂസാ നബി അലൈഹി സ്വലാം ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു. വഹദാനിയത്തിനെ കുറിച്ച് പറഞ്ഞു, ശിർക്ക് പാടില്ല എന്ന് പറഞ്ഞു, നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. എണ്ണി എണ്ണി കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, വ്യഭിചരിക്കരുതെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഖാറൂൻ പറഞ്ഞു, വ്യഭിചരിക്കരുതെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് വ്യഭിചരിക്കാൻ അനുവാദമുണ്ടോ? മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, എനിക്കും അനുവാദമില്ല, എന്നോട് കൂടിയാണ് പടച്ചോന്റെ കൽപ്പന. അള്ളാഹുവിന്റെ കൽപ്പന ആദ്യമായി ഏറ്റെടുക്കേണ്ട ആൾ ഞാനാണ്. അപ്പോൾ ഖാറൂൻ പറഞ്ഞു, എങ്കിൽ നീ വ്യഭിചരിച്ചു എന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട്. ആ സ്ത്രീയെ കൊണ്ടുവന്നു. മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചോനാണ് സത്യം, പെണ്ണെ നീ സത്യം പറയുക. ആ പെണ്ണ് ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നു മൂസാ അലൈഹി സ്വലാമിനെതിരെ അപരാധം പറയാൻ വേണ്ടി. പക്ഷേ അവൾക്കത് പറയാൻ കഴിഞ്ഞില്ല. സത്യമാണ് അവൾ പറഞ്ഞത്, അത് പറയാൻ അവൾക്ക് നാവ് അടങ്ങിയില്ല. മൂസാ നബി അലൈഹി സ്വലാം സുജൂദിൽ കിടന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ, എനിക്കെതിരെ ആളെ കൂട്ടിയ, എനിക്കെതിരെ അപരാധം പറയാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി സംഘാടനം നടത്തിയ ഖാറൂനിനെ നീ പാഠം പഠിപ്പിക്കണം. അള്ളാഹു മൂസാ അലൈഹി സ്വലാമിൻ്റെ ദുആ സ്വീകരിച്ചു. അള്ളാഹു പറഞ്ഞു, മൂസ, ഖാറൂനിനെ കൈകാര്യം ചെയ്യാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്.
ഭൂമിയോട് ഞാൻ ആജ്ഞ കൊടുത്തിട്ടുണ്ട്, നിനക്ക് എങ്ങനെയും ഖാറൂനെ കൈകാര്യം ചെയ്യാം. മൂസാ നബി സ്വലാം പ്രാർത്ഥിച്ചു, പടച്ചവനെ ഇവനെ നീ ഭൂമിയിൽ അഴ്ത്തിക്കളയണമേ. ഖാറൂൻ ഭൂമിയിലേക്ക് ആഴാൻ തുടങ്ങി. ഖുർആൻ പറഞ്ഞു, ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. ഖാറൂനിനെ ഞാൻ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. കണങ്കാല് വരെ ഭൂമിയിലേക്ക് ആഴ്ന്നുപോയ ഖാറൂൻ അവിടെ നിന്നുകൊണ്ട് മൂസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മൂസ ഞാൻ സക്കാത്ത് തരാം, എന്നെ രക്ഷിക്കണം. മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഭൂമിയോട് വീണ്ടും വിഴുങ്ങുക. ഖാറൂനിനെ വിഴുങ്ങി, കഴുത്ത് വരെ വിഴുങ്ങിയപ്പോഴും ഖാറൂൻ പറഞ്ഞു, മൂസ എന്നെ രക്ഷിക്കണം. മൂസാ അലൈഹി ഇസ്ലാം ഭൂമിയോട് ആജ്ഞ കൊടുത്തു, മുഴുവനും വിഴുങ്ങണം. അങ്ങനെ ആ ഖാറൂൻ ഭൂമിയിലേക്ക് ആണ്ടുപോയി. അവൻ്റെ കൊട്ടാരങ്ങളും അവൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഭൂമിയിലേക്ക് ആണ്ടുപോയൊരു ചരിത്രം വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പണ്ഡിതന്മാർ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്ത് കിട്ടി എന്നുള്ളത് ഒരാളുടെ മഹത്വമല്ല. ആ സമ്പത്തിൽ പടച്ചതമ്പുരാൻ പറഞ്ഞ ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ എങ്കിലാണ് അയാൾക്ക് മഹത്വമുള്ളത്. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് സക്കാത്തിനെ കുറിച്ച് പരാമർശിച്ചത്. ഞാനൊരു ആയത്ത് കേട്ടിട്ട് ഭയപ്പെട്ടു പോയി. എപ്പോഴും ആ ആയത്ത് വരുമ്പോൾ ഞാൻ പേടിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട് എന്തായിരിക്കും ഈ സമുദായത്തിലെ മുതലാളിമാരുടെ അവസ്ഥ. വൈലുൽ ലിൽ മുശ്രിക്കീൻ, വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. നിങ്ങളൊരു ഖുർആന്റെ പരിഭാഷ എടുത്തു വെച്ച് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്ക്. ഇതിന്റെ അർത്ഥം മലയാള പരിഭാഷ എടുത്തു വെച്ച് നോക്ക്. വൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കാണ് വൈലെന്ന നരകം. ആരാണ് മുശ്രിക്കീങ്ങൾ? അല്ലദീന ലാ യുതൂന സക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾക്കാണ് വൈലെന്ന നരകം. കാഫിറിനോടല്ലല്ലോ പറയുന്നത്, കാഫിറിന് സക്കാത്തില്ലല്ലോ. അപ്പോൾ ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞ്, ഈ സമുദായത്തിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ അഡ്രസ്സിൽ ജീവിക്കുന്ന മുതലാളിമാരോടാണ് പറയുന്നത്, നിങ്ങൾ വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന സക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത മുതലാളിമാരെ നിങ്ങൾക്ക് വൈലെന്ന നരകമാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവരാണ് യഥാർത്ഥത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവർ. യഥാർത്ഥ കാഫിരീങ്ങൾ ഈ മുസ്ലിമീങ്ങളിൽപ്പെട്ട മുതലാളിമാരാണ്. അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് സമ്പത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പടച്ചതമ്പുരാൻ പറയുമ്പോൾ എൻ്റെ ധനം എന്ന് പറഞ്ഞുകൊണ്ട് ആ സക്കാത്തിൽ നിന്ന് ഈ മുതലാളി വർഗം മാറി നിൽക്കുന്നത്. ആഖിറത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ പിടിച്ചു നിർത്തുമെന്നും എൻ്റെ സമ്പത്തിന്റെ പേരിൽ എന്നെ വിചാരണ ചെയ്യുമെന്നുമുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ മുതലാളി സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകാത്തത്. എത്ര ഗൗരവമുള്ളൊരു വാക്കാണിത്. ഇത് വിശുദ്ധ ഖുർആനിൽ ഇന്നും ഉണ്ടല്ലോ. നിങ്ങൾക്കൊരു പരിഭാഷ എടുത്ത് വായിച്ചാൽ മനസ്സിലാകുമല്ലോ. ഇത്ര കർശനമായി മുശ്രിക് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചൊരു വിഭാഗം, കാഫിർ എന്ന് പഠിച്ചവൻ പ്രത്യക്ഷത്തിൽ വിളിച്ചൊരു വിഭാഗം ഈ സമുദായത്തിൽപ്പെട്ട സമ്പത്ത് കൊടുക്കാത്ത മുതലാളിമാരെയാണ് സഹോദരങ്ങളെ. എത്ര ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ അനാസ്ഥ കാണിക്കുന്നവർ അവരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസത്തുൻ ലാ തുഖ്ബലു ഇല്ലാ മഅ സലാസ. 3 കാര്യങ്ങൾ ടിൻസാണ്. 3 കാര്യങ്ങൾ ടിൻസാണ്. ഒന്നിന്റെ കൂടെ അല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കൽ. ഒരാൾ അള്ളാഹിനെ അനുസരിക്കും, റസൂലിനെ അനുസരിക്കില്ല. അള്ളാഹു അനുസരണം സ്വീകരിക്കില്ല. ആ അനുസരണം പഠിത്തം സ്വീകരിക്കില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്നെങ്കിൽ ആ അനുസരണം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചിരിക്കണം. മറ്റൊന്ന്, അള്ളാഹുവിനെ അനുസരിക്കും, മാതാപിതാക്കളെ അനുസരിക്കില്ല. ഇതും അള്ളാഹു അംഗീകരിക്കില്ല. അള്ളാഹുവിനെ അനിഷ്കുർ ലീ വലി വാലിദൈക, നീ എനിക്ക് നന്ദി ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. ഒരാൾ പടച്ചവനോട് നന്ദി ചെയ്യും, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യില്ലെങ്കിൽ അള്ളാഹു അവനിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല. മൂന്നാമത്തത്, സക്കാത്ത് കൊടുക്കാത്തവന്റെ നമസ്കാരം അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. നിസ്കാരത്തിന് മുടക്കൊന്നുമില്ല. തറാവീഹ് 20 അല്ല 200 ആണെന്ന് പറഞ്ഞാലും നിസ്കരിക്കാൻ ഈ മുതലാളി തയ്യാറാണ്. പക്ഷേ നിന്റെ സമ്പത്തിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് പറയുമ്പോ അത് കൊടുക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ, അതിന് നിനക്ക് മനസ്സില്ലെങ്കിൽ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ മുതലുമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ ഇതിനെ ഉരുക്കി പടച്ച തമ്പുരാൻ നിന്റെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും. ചുട്ടുപൊള്ളുന്ന മഹ്ശറയിൽ നീ ഇന്ന് സ്നേഹിച്ച നിന്റെ സമ്പത്ത്, നിന്റെ സ്വർണം, നിന്റെ വെള്ളി, നിന്റെ മുതലുകൾ പടച്ച തമ്പുരാൻ ഉരുക്കി നിന്റെ ശരീരത്ത് വെച്ച് നിന്നെ ചുട്ടുപഴിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതലാളിമാരെ, ഇനിയെങ്കിലും സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകുക. നിന്റെ സമ്പത്തിന്റെ 2.5% നിന്റേതല്ല, അത് മനസ്സിലാക്കി. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് പിടിച്ചു വാങ്ങാനുള്ള അവകാശം ഇസ്ലാമിക ശരീഅത്തിലുണ്ട്.
ഇസ്ലാമിക ഖിലാഫത്തുള്ള ഭരണം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു കൃത്യനിഷ്ഠ, ഒരു നിർബന്ധ ബുദ്ധി പുത്തൻപള്ളി മഹല്ലിലെ മുഴുവൻ അംഗങ്ങൾക്കുണ്ടാകണം. ആർക്കൊക്കെയാണോ സക്കാത്ത് നിർബന്ധമായത് മുഴുവൻ ആളുകളെ കൊണ്ടും സക്കാത്ത് കൊടുപ്പിക്കുന്ന ഒരു സക്കാത്ത് വിപ്ലവത്തിലേക്ക് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ എത്തിച്ചേരണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, സക്കാത്തിന്റെ വിതരണത്തിന്റെ വിഷയത്തിൽ കൃത്യനിഷ്ഠ ഉണ്ടാകണം, സൂക്ഷ്മത ഉണ്ടാകണം. ഇവിടെ നേരത്തെ ഉനൈസ് മൗലവി പ്രഖ്യാപിച്ചു, ഇവിടെ നടക്കുന്ന സക്കാത്ത്, സംഘടിത സക്കാത്ത് വക്കാലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഒക്കെ അനുസരിച്ചുള്ള വക്കാലത്തിന്റെ സംവിധാനമാണ്. വക്കീലായിട്ട് ആരെയാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ വക്കീലിനെയാണ് സക്കാത്ത് ഏൽപ്പിക്കുന്നത്. ആ വക്കീലാണ് സക്കാത്തിന്റെ വിതരണം നടത്തേണ്ടത്. അതിന് സഹായികളായ ആളുകളെ കൂട്ടാം. കൃത്യമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സക്കാത്ത് കൊടുത്ത ആളുകൾ നാളെ പടച്ചവന്റെ കോടതിയിൽ രക്ഷപ്പെടും. ഇത് വിതരണം ചെയ്യുന്ന ഈ കമ്മിറ്റിക്കാർ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ തടഞ്ഞു നിർത്തപ്പെടും. എല്ലാവരും ഇവിടെ ഉണ്ടാകുന്ന മനസ്സിലാക്കിയാണ് ഞാൻ പറയാണ്. വളരെ സൂക്ഷ്മത നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വേണം. 2 ഫർളാണ് സക്കാത്തിനുള്ളത്. 2 ഫർള്. ഒന്ന് നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ സക്കാത്താവൂല. ഒരാൾ കൊടുക്കേണ്ട സക്കാത്ത് 1 ലക്ഷമാണെന്ന് വിചാരിക്കുക. 10 ലക്ഷം അയാൾ കൊടുത്തു, നിയ്യത്തില്ല, അത് സക്കാത്താവൂല. പൈസ കൊടുക്കലല്ല സക്കാത്ത്, നിയ്യത്ത് ചെയ്ത് കൊടുക്കണം. ഒരാളിപ്പോൾ ഇശാസ്കരിച്ചു, നിയ്യത്തില്ലാതെ ഇശാസ്കരിച്ചാൽ ഇശാസ്കാരാവൂല. നിയ്യത്ത് വേണം. അപ്പൊ സക്കാത്ത് ആകണമെങ്കിൽ അതിന് നിയ്യത്ത് നിർബന്ധമാണ്. ഒന്നിരിക്കൽ കൊടുക്കുന്നയാൾ നിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ വക്കീൽ നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തെ ഷർത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കലാണ്. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. സക്കാത്ത് വാങ്ങാൻ വിശുദ്ധ ഖുർആൻ 8 പേരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി. 8 പേരെ ഖുർആൻ തന്നെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ 8 പേർക്കല്ലാതെ 9ാമത്തെ ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടൂല. സക്കാത്ത് വിടൂല. നമ്മുടെ നാട്ടിൽ വരാവുന്ന 4-5 വിഭാഗമുണ്ട്. ഫക്കീർ, മിസ്കീന്, കടക്കാര്. ഇവർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. അവകാശികളല്ലാത്ത ഒരാളുടെ കയ്യിൽ സക്കാത്ത് എത്തിപ്പെട്ടാൽ ആരാണോ അത് കൊടുത്തത് ആ വക്കീല് പടച്ചവന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. വളരെ സൂക്ഷിക്കേണ്ട ഒരു ഏർപ്പാട് അതിന്. അവകാശികളല്ലാത്ത ആളുകൾ, കാഫിറിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, പണക്കാരന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, മറ്റൊരാളുടെ ചെലവിൽ കഴിയുന്ന അയാൾക്ക് മതിയായ ചെലവിന് കിട്ടുന്ന ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. വാപ്പയ്ക്ക് ചെലവിന് മക്കൾ കൊടുക്കുന്നുണ്ട്, വാപ്പയ്ക്ക് അത് മതിയാകുന്നുണ്ട്, എന്നാൽ പിന്നെ ആ വാപ്പയ്ക്ക് കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അർഹതയില്ലാത്ത ഒരാളുടെ കയ്യിലേക്കും സക്കാത്ത് എത്തിപ്പെടാൻ പാടില്ല. അത് ഉറപ്പുവരുത്തണം. ഞാൻ ഒരു മഹലിൻ്റെ പേര് പറയുന്നില്ല. ആ മഹലിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, കമ്മിറ്റിക്കാരനാണ്, ഷുക്കൂർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. വലിയൊരു മഹലിലാണ്. ആ മഹലിൽ ഒരിക്കൽ കമ്മിറ്റി കൂടിയപ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ പറഞ്ഞു, നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇന്നയാൾക്ക് അബ്ദുറഹീമിന് സക്കാത്ത് കൊടുക്കാറുണ്ടല്ലോ, ഇനി നമുക്ക് കൊടുക്കണ്ട. എന്താ കാരണം? അബ്ദുറഹീം നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നില്ല. കമ്മിറ്റിയെ ബഹുമാനിക്കലാണോ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള മാനദണ്ഡം? ആ ഷുക്കൂർ എന്ന് പറയുന്ന സുഹൃത്ത് എന്നോട് നേരിട്ട് പറഞ്ഞത്, ആ കമ്മിറ്റി തീരുമാനിക്കുകയാണ്, കമ്മിറ്റിയെ ബഹുമാനിക്കാത്തതുകൊണ്ട് ഇനി ഒരാൾക്ക് സക്കാത്ത് കൊടുക്കണ്ട. നിങ്ങളുടെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സ്വത്തല്ലത്. ഈ നാട്ടിലെ പണക്കാരൻ ഏൽപ്പിച്ച അവന്റെ നിർബന്ധിതമായ സക്കാത്തിന്റെ 2.5%. ഇത് ആർക്ക് കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അർഹരായവർക്ക് വേണ്ടി മാത്രം കൊടുക്കുക. ഒരു സ്വാധീനം ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, എന്നെ ബഹുമാനിക്കുന്ന ആളാണ്, ഇങ്ങനെ ഒന്നും ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കൃത്യമായി അന്വേഷിക്കണം. സക്കാത്ത് പിന്തിപ്പിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞാൽ ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല. സമയത്ത് തന്നെ കൊടുക്കണം. പിന്തിപ്പിച്ചാൽ കുറ്റക്കാരനാണ്. അതോടൊപ്പം തന്നെ പിന്തിപ്പിക്കാൻ അവകാശമുള്ളത് അർഹരെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഉള്ളതിനേക്കാൾ അർഹരായ ആളുകൾ വരാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അല്പം പിന്തിപ്പിക്കാമെന്നല്ലാതെ ഒരു കാരണവശാലും സക്കാത്ത് വച്ച് പിന്തിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ വിഷയം സക്കാത്തിൻ്റെ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് വളരെ സൂക്ഷ്മത ഈ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മുടെ വക്കീല്, ആരാണോ വക്കീല്, ആ വക്കീല് പുലർത്തേണ്ടതുണ്ട്. ആ സഹായികൾ ആ നിലയ്ക്ക് അവരുമായി അദ്ദേഹവുമായി ഒത്തുനിന്ന് പോകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ റമദാനിൽ നമ്മുടെ പ്രയോറിറ്റി ഒന്ന് സക്കാത്തിനായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട പ്രീ മാരിറ്റി കോഴ്സിനായിരിക്കണം. കാരണം ഇന്ന് നമ്മുടെ മഹല്ല് നേരിടുന്ന, പൊതുവേ എല്ലാ മഹല്ലുകളും നേരിടുന്ന
അതിപ്രധാനമായൊരു വിഷയം വീട്ടിലെ പ്രശ്നങ്ങളാണ്, ദാമ്പത്യ പ്രശ്നങ്ങളാണ്. അതിൻ്റെ മറ്റൊരു വശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വെഞ്ഞാറമൂട് കണ്ട കൊലപാതകം. സിംഗിൾ പേരൻറ്റിങ്, മാതാപിതാക്കൾ ഒരുമിച്ച് മക്കളെ വളർത്തേണ്ടതിന് മാതാവോ പിതാവോ മാത്രം മക്കളെ വളർത്തേണ്ടി വരുന്ന ഒരവസ്ഥയിൽ മക്കൾ ഒറ്റപ്പെടുകയും അവർക്കുണ്ടായിത്തീരുന്ന വിഷാദ രോഗത്തിൻ്റെ ഭാഗമായിട്ടും ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ കൊലപാതകങ്ങൾ അധികവും അരങ്ങേറുന്നത്. അതുകൊണ്ട് വൈവാഹിക രംഗത്ത് ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോടുകൂടി പറയുകയാണ്, ഈ റമദാനിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട രണ്ടാമത്തെ വിഷയം നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുകൂടിയായിരിക്കണം. കാരണം പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് റഹ്മത്തിൻ്റെ മാസമാണ്, ബർക്കത്തിൻ്റെ മാസമാണ്, മഗ്ഫിറത്തിൻ്റെ മാസമാണ്. ഈ റഹ്മത്തും ബർക്കത്തും മഗ്ഫിറത്തും ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ വീടകങ്ങളിലാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ, ഭാര്യ ഭർത്തൃ ബന്ധത്തെ സുദൃഢമാക്കി തീർക്കാൻ, മക്കളോടുള്ള സമീപനം നന്നാക്കി തീർക്കാൻ വേണ്ടി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കണം. ആ നിലയ്ക്ക് നമ്മുടെ വീടകങ്ങളെ നമ്മൾ രൂപപ്പെടുത്തണം. ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ ഭിന്നിപ്പുകൾ, തൊലാഖിനെ കുറിച്ച് പറഞ്ഞു. പലപ്പോഴും നേരത്തെ ഇവിടെ നമ്മുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് സൂചന നൽകി. 100ഓളം അപേക്ഷകൾ ഏതാനും ഈ നാളുകൾക്കുള്ളിൽ നമ്മുടെ മഹല്ലിൽ വന്നു. മിക്കയിടത്തും സ്ത്രീകളാണ് ആവശ്യപ്പെടുന്നത്, തലാഖ് ആവശ്യപ്പെടുന്നത്. പഴയകാലത്ത് പുരുഷന്മാരായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകളാണ് തലാഖ് ആവശ്യപ്പെട്ട് വരുന്നത്. തലാഖ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ അനുവദിച്ചൊരു കാര്യമാണ്. പക്ഷെ അനുവദിച്ചപ്പോൾ തന്നെ അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്, അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് തലാഖാണ്. യഹ്തസു മിൻഹുൽ അർശു, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരു തലാഖ് നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അർശ് വിറച്ചു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ അർശ് വിറയ്ക്കാൻ മാത്രം ഗൗരവമായൊരു വിഷയമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് ത്വലാഖ് നടക്കാൻ പാടില്ല. തലാഖ് അനുവദിച്ചത് തന്നെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇദ്ദ നിശ്ചയിച്ചത്. തലാഖിന് പരിധി നിശ്ചയിച്ചു. 1, 2 അത്വലാഖു മർറത്താനി, തലാഖ് 2 പ്രാവശ്യമാണ്. 3ാമത്തെ തലാഖിലേക്ക് പോയാൽ അപകടമാണ്. 3ാമത്തെ തലാഖ് അപകടമാണ്, മുത്തലാഖ് പ്രശ്നമാണ്. 3ാമത്തെ തലാഖ് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ലാ തഹില്ലു ലഹു ഹത്താ തൻകിഹ സൗജൻ ഗൈറുഹു, ഖുർആൻ പറഞ്ഞു, വേറൊരാൾ ഈ പെണ്ണിനെ വിവാഹം കഴിച്ച് അയാളിൽ നിന്നും ഈ പെണ്ണ് വിവാഹമോചിതയാകാതെ ആദ്യ ഭർത്താവിന് തിരിച്ചെടുക്കാൻ കഴിയില്ല, വിവാഹം കഴിക്കാൻ കഴിയില്ല. അതാണ് 3 തലാഖിൻ്റെ ഗൗരവം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതകാലത്ത്, പ്രവാചകൻ വരുന്ന കാലത്ത് തലാഖിന് പരിധി ഉണ്ടായിരുന്നില്ല. 1000 തലാഖ് ചെല്ലുന്ന ആളുകളുണ്ടായിരുന്നു, 100 കണക്കിന് തലാഖുകൾ ചെല്ലുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, ഒരാളെ കുറിച്ച് പറഞ്ഞു 1000 തലാഖ് ചെല്ലി തൻ്റെ ഭാര്യയെ. മുത്തു റസൂൽ ചോദിച്ച ചോദ്യം, അയൽ അബുബി കിതാബില്ലാ, അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിക്കുകയാണോ നിങ്ങൾ? വാനബൈനാലുഹുരിക്കും, ഞാനിവിടെ ജീവിച്ചിരിക്കെ തന്നെ ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? തലാഖ് എന്നുള്ളത് 1000, 100 ഒക്കെ ചെല്ലാനുള്ളതാണോ? അത്വലാഖു മർറത്താൻ, തലാഖ് 2 പ്രാവശ്യമേ പാടുള്ളൂ. 1, 2 തലാഖ് ചെല്ലിയാൽ മടക്കിയെടുക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. 3 ശുദ്ധി പീരീഡിനുള്ളിൽ ആ പെണ്ണിനെ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കുകൊണ്ട് മാത്രം വീണ്ടും അവളെ ഭാര്യയാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇദ്ദാ കാലയളവിൽ ഒരു പെണ്ണ് മരിച്ചു, ആ പെണ്ണിന്റെ സ്വത്തിന് ഭർത്താവിന് അവകാശമുണ്ട്, ഭർത്താവിന്റെ സ്വത്തിന് പെണ്ണിന് അവകാശമുണ്ട്. ഇദ്ദയിരിക്കുന്ന പെണ്ണിന് വീട് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. ഇതെല്ലാം അള്ളാഹുവിന്റെ ദീൻ നിശ്ചയിക്കാൻ കാരണം ഇദ്ദയുടെ കാലാവധിയിൽ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വിവാഹമോചനം നടക്കരുത്, എങ്ങനെയെങ്കിലും ഇയാൾ തിരിച്ചെടുക്കട്ടെ, ആ ബന്ധം സുദൃഢമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന്റെ അവകാശം, പെണ്ണിന്റെ സ്വത്തവകാശം പുരുഷന് കൊടുത്തു, പുരുഷൻ മരിച്ചാൽ പുരുഷന്റെ സ്വത്തവകാശം പെണ്ണിനും കൊടുത്തു. ഇത്രമാത്രം തലാഖിനെ ഒഴിവാക്കാൻ വേണ്ടി, വിവാഹ മോചനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ സുദൃഢമായ സുതാര്യമായ നിയമങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് തലാഖ് എന്ന ആവശ്യവുമായി മഹല്ലുകളിലേക്ക്, ജമാഅത്ത് ഓഫീസിലേക്ക് ദിനം പ്രതി ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കണം, തലാഖുകൾ കുറയണം, തലാഖുകൾ പരമാവധി ഒഴിവാക്കണം. വിവാഹബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതം സുദൃഢമായി മുന്നോട്ട് പോകണം. അതിന് വീടകങ്ങളിൽ സാഹചര്യങ്ങൾ ഒരുക്കണം. കുടുംബിനികൾ, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരിമാർ, ഭർത്താക്കന്മാർ അച്ചടക്കത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ മര്യാദകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുകൂടി പറയാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകാൻ 4 കാര്യം ചെയ്താൽ മതി.
ഒരു പെണ്ണിന് സ്വർഗം കിട്ടാൻ 4 കാര്യം മതി. അന്നൽ മർഅത ഇദാ സല്ലത്ത് ഖംസ വസാമത്ത് ശഹറഹ വഹഫിളത്ത് ഫർജഹ വഅതഅത് ബഅലഹ ഖീല ലഹു ദുഖുലിൽ ജന്നഹ ബിഅയി അബ്വാബിൽ ജന്നത്തി ശിഅതി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചു, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു, അവളുടെ ശരീരത്തെ സൂക്ഷിച്ചു, ഭർത്താവിനെ അനുസരിച്ചു. ഈ 4 കാര്യം ചെയ്ത പെണ്ണിനോട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന, സഹോദരി നീ സ്വർഗത്തിലേക്ക് കടക്കുക, ബിഅയി അബ്വാബിൽ ജന്നത്തി ശിഅതി, സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. മലർക്കെ തുറക്കപ്പെട്ട ഏത് കവാടത്തിലൂടെയും സഹോദരി നിനക്ക് കടന്നു പോകാം. കാരണം നീ 4 കാര്യങ്ങൾ ചെയ്തവളാണ്. 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്, റമദാനിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, നിന്റെ ശരീരം നീ സൂക്ഷിച്ചിട്ടുണ്ട്, നീ നിന്റെ ഭർത്താവിനെ അനുസരിച്ചിട്ടുണ്ട്. സഹോദരിമാരെ, 4 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോൾ 40 കാര്യങ്ങൾ കൊണ്ട് പോലും ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അനുസരണയുള്ളവരായി മാറണം. ഞാനൊരു സംഭവം കൂടി വിശദീകരിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ പ്രവാചകൻ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബത്തിനെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി സദസ്സിനരികിൽ വന്നു നിന്നു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ കുറിച്ച് 3 പരാതി പറയാനുണ്ട്, അങ്ങൊന്ന് കേൾക്കണം. എൻ്റെ ഭർത്താവിനെ കുറിച്ച് 3 ആവലാദികൾ പറയാനുണ്ട്, അങ്ങൊന്ന് കേൾക്കണം. ആ വന്നത് സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന സഹാബിയുടെ ഭാര്യയായിരുന്നു. സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന് പറയുന്ന അനുസരണയുള്ള സഹാബി, അച്ചടക്കമുള്ള സഹാബി, ഈമാനുള്ളൊരു സഹാബി, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ വന്നു നിൽക്കുന്നത്. അദ്ദേഹം സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ആ സ്ത്രീയോട് പറഞ്ഞു, പറയും സഹോദരി, എന്താണ് നിന്റെ ആവലാതി? അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള 3 ആവലാതികളാണ്. കേൾക്കട്ടെ, പറയൂ. ഒന്നാമതായി ആ സ്ത്രീ പറഞ്ഞത്, എന്നെ എൻ്റെ ഭർത്താവ് നിസ്കരിക്കാൻ അനുവദിക്കൂല. കേട്ടപ്പോൾ തന്നെ റസൂലിൻ്റെ മുഖം വിവരണമായി. കാരണം ഗൗരവമുള്ളൊരു വിഷയം പറയുന്നത്, നിസ്കരിക്കാൻ അനുവദിക്കില്ല. രണ്ടാമത്തെ പരാതി കേൾക്കട്ടെ. അപ്പോൾ പറഞ്ഞു, എന്നെ നോമ്പനുഷ്ഠിക്കാനും അനുവദിക്കില്ല. അതീവ ഗൗരവമായ മറ്റൊരു പരാതിയാണ് അവൾ പറയുന്നത്. മൂന്നാമത്തെ പരാതി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് സുബഹി നമസ്കരിക്കുന്ന നേരം വെളുത്തിട്ടാണ്, ഉദയത്തിന് ശേഷമാണ് അയാൾ സുബഹി നമസ്കരിക്കാറുള്ളത്. 3 പരാതികളും അതീവ ഗൗരവമാണെന്ന് മനസ്സിലാക്കിയ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവായ സഫ്വാൻ ഇബ്നു മുഅത്തലിനോട് പറഞ്ഞു, സഫ്വാൻ, നിന്റെ ഭാര്യയാണോ വന്നു നിൽക്കുന്നത്? നിന്നെക്കുറിച്ചാണ് ആ 3 ആവലാദികൾ പറഞ്ഞത്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ആ സദസ്സിൽ വിനയാന്വിതനായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സഹാബി സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് പറഞ്ഞ 3 ആവലാദികളും ശരിയാണ്, പക്ഷേ എനിക്കതിൽ ചില വിശദീകരണങ്ങൾ നൽകാനുണ്ട്. അവൾ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ അവളെ നിസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന്. ഏത് നിസ്കാരമാണ് ഞാൻ അനുവദിക്കാത്തതെന്ന് അങ്ങക്കറിയുമോ? 5 നേരത്തെ ഫർള് നിസ്കാരത്തിന് ഞാൻ എതിരല്ല, സുന്നത്ത് നമസ്കാരത്തിന് ഞാൻ എതിരല്ല. അതെല്ലാം അവൾ അനുഷ്ഠിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. പക്ഷേ അവളുടെ നമസ്കാരം, ഓരോ നേരത്തെ ഫർള് നമസ്കാരത്തിലും അവൾ 2 സൂറത്തുകൾ ഓതാറുണ്ട്. ഒരു റക്അത്തിൽ 2 സൂറത്ത് ഓതും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഒരു റക്അത്തിൽ 1 സൂറത്ത് മതിയല്ലോ, 2 സൂറത്ത് നീ ഓതണ്ട. ഞാൻ തടഞ്ഞ നിസ്കാരം ഇതാണ് റസൂലെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ആ സഹോദരിയോട്, മോളെ, നിന്റെ ഭർത്താവിനെ അനുസരിക്കണം. 1 സൂറത്ത് ഓതിയാൽ മതി, 2 സൂറത്ത് ഓതൽ തെറ്റല്ല. പക്ഷേ ഭർത്താവിൻ്റെ അനുവാദമില്ലെങ്കിൽ ഒരു റക്അത്തിൽ 2 സൂറത്ത് ഓതാൻ പാടില്ല. ആ സമയം ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. സഹോദരിമാര് ചിന്തിക്കണം, എത്രമാത്രം അനുസരണ ബോധം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടുണ്ടാകണം. റസൂൽ ആ സഹോദരി ഉപദേശിക്കണം, 1 റക്അത്തിൽ 1 സൂറത്ത് ഓതിയാൽ മതി, ഭർത്താവിനെ അനുസരിക്കണം. രണ്ടാമത് റസൂലെ, നോമ്പനുഷ്ഠിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല എന്നല്ലേ പറഞ്ഞത്? ഏത് നോമ്പാണെന്ന് അറിയുമോ? വിശുദ്ധ റമദാനിലെ ഫർളായ ഒരു നോമ്പിന് ഞാൻ എതിരല്ല. ആ നോമ്പ് അവൾ അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. സുന്നത്ത് നോമ്പുകൾക്ക് ഞാൻ എതിരല്ല. എൻ്റെ ഭാര്യ പരമാവധി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഇവളുടെ നോമ്പ് അതല്ല റസൂലെ, ഇവൾക്ക് എന്നും നോമ്പാണ്, എന്നും ഇവൾക്ക് നോമ്പാണ്. ഇവൾ എന്നും ഇങ്ങനെ നോമ്പുടിച്ച ഞാൻ എന്ത് ചെയ്യും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, അങ്ങനെ നോമ്പുടിക്കരുത്. സുന്നത്ത് നോമ്പ് പിടിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം ഉണ്ടാകണം. എന്നും നീ നോമ്പുടിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യും? റസൂൽ ആ സ്ത്രീയെ തിരുത്തുകയാണ്, സുന്നത്ത് നോമ്പ് ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ പിടിക്കാൻ പാടില്ല. മൂന്നാമത് എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യ പറഞ്ഞ പരാതി, ഞാൻ സുബഹി നമസ്കാരം താമസിക്കുന്നു എന്നല്ലേ? അതൊരു ശരിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങേക്കറിയുമോ, ഞാൻ പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ.
ഞാൻ രാത്രി താമസിച്ചാണ് എൻ്റെ പണി കഴിഞ്ഞ് വരുന്നത്. പലപ്പോഴും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, സഫ്വാൻ, തിരുത്തണം. സുബഹി നമസ്കാരം നേരത്തെ വേണം. സുബഹിന്ന് താമസിപ്പിക്കരുത്. ബഹുമാനമുള്ള സഹോദരിമാരെ, ഉമ്മമാരെ, ഒരു കുടുംബത്തിൽ അച്ചടക്കമുള്ള ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണമെന്ന് അതിൻ്റെ ഗൗരവം പഠിപ്പിക്കുന്ന ഒരു സംഭവവും ഒരു ഹദീസുമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ രക്ഷപ്പെടണം. മക്കളോടുള്ള സമീപനങ്ങൾ നന്നാക്കി തീർക്കണം. മൻസിൽ എന്നാണ് വീടിന് പറയുന്ന പേര്. എന്താണ് മൻസിലിനർത്ഥം? ഭാരങ്ങൾ ഇറക്കി വെക്കേണ്ട സ്ഥലം, ദുഃഖങ്ങൾ ഇറക്കേണ്ട സ്ഥലം, ദുഃഖങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കേണ്ട സ്ഥലമാണ് വീട്. ഇന്ന് വീടിൻ്റെ അവസ്ഥ എന്താ? പല വീടുകളും കോടതികളാണ്, പല വീടുകളും പോലീസ് സ്റ്റേഷനുകളാണ്. വീടുകൾ കോടതികളാകരുത്, വീടുകൾ പോലീസ് സ്റ്റേഷനുകളാകരുത്, വീടുകൾ കൗൺസിലിംഗ് സെന്ററുകളായി മാറണം. അതാണ് ഈ വിശുദ്ധ റമദാനിൽ നാം ഉണ്ടാക്കി തീർക്കേണ്ട മാറ്റം. ഈ വിശുദ്ധ റമദാനോടുകൂടി നമ്മുടെ വീടുകൾ കൗൺസിലിംഗ് സെന്ററുകളായി മാറുകയും പുത്തമ്പള്ളി മഹല്ലിൽ ഒരു കൗൺസിലിംഗ് കോഴ്സ് ആരംഭിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ മഹല്ലിലെ തലാഖിന്റെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ, ഒരുപക്ഷെ 1-2 കൊല്ലത്തിനകം തലാഖ് തന്നെ ഇല്ലാതാക്കി തീർക്കാൻ നമ്മുടെ മഹല്ലിന് കഴിയുമെന്ന ഒരു പരമാർത്ഥത്തിലേക്ക് കൂടിയാണ് ഞാൻ രണ്ടാമതായി വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമീപനങ്ങളിൽ മാറ്റം വരണം. വിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി വരാനിരിക്കുന്ന ആ ബഹുമാനപ്പെട്ട നിമിഷത്തെ കാത്തു കഴിയുന്ന നമ്മൾ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിയുന്ന നമ്മളുടെ മുന്നിലേക്ക് ആ പുണ്യങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാൻ കടന്നു വരാൻ പോവുകയാണ്. നന്നാകാൻ ആവശ്യമായ സാഹചര്യങ്ങളെല്ലാം വിശുദ്ധ റമദാനിലുണ്ട്. അള്ളാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കുകയാണ്, നരകത്തിന്റെ കവാടങ്ങൾ പടച്ച തമ്പുരാൻ അടച്ചിടുകയാണ്. പിശാചികളെ അള്ളാഹു ബന്ധിക്കുകയാണ്. ആകാശലോകത്തു നിന്നും ഒരു അശരീരി കേൾക്കും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ വിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുന്നു, നിങ്ങൾ മുന്നോട്ട് വരിക. ഇത് നിങ്ങളുടെ മാസമാണ്, നിങ്ങളുടെ അവസരമാണ്, നിങ്ങളുടെ സന്ദർഭമാണ്. ഞാൻ പിശാചികളെ ബന്ധിച്ചിട്ടുണ്ട്, സ്വർഗങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്, നരക കവാടങ്ങൾ അടച്ചിട്ടുണ്ട്. അഖ്ബിൽ, മുന്നോട്ട് വരൂ എന്ന് വിളിച്ചു പറയും മാലാഖമാർ. തിന്മ ആഗ്രഹിക്കുന്നവനെ, പിശാചിന്റെ കൂട്ടുകാരാ, നീ പിന്നോട്ട് പോവുക, ഇത് നിന്റെ അവസരമല്ല, നിനക്കുള്ള മാസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തു നിന്നും മാലാഖമാരുടെ അശരീരി ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ മാസത്തിലെ പുണ്യം ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ മൻ ഹുരിമ ഖൈറുഹു ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലുഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിശുദ്ധ റമദാനിന്റെ പുണ്യം ഒരാൾക്ക് തടയപ്പെട്ടാൽ ഇനി ലോകത്തൊരു പുണ്യം അവന് നേടാനില്ല. എന്തെങ്കിലും പുണ്യം നിനക്ക് കിട്ടുമെങ്കിൽ ആ പുണ്യം നേടേണ്ട മാസമാണ് റമദാൻ. ഈ റമദാനിന്റെ മഹത്വം നിനക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്കിനി നേടാൻ ഒന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ പുണ്യമാസത്തിലേക്ക് സഹോദരങ്ങളെ നമ്മൾ കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഒന്ന് നമ്മുടെ സക്കാത്തിന്റെ കാര്യം, അതിലുപരി നമ്മുടെ സദക്കയുടെ കാര്യം. റമദാൻ എന്ന് പറയുന്ന ഈ ഇഹ്സാനിന്റെ മാസമാണ്, മുവാസാത്തിന്റെ മാസമാണ്, പാവപ്പെട്ടവനെ സഹായിക്കേണ്ട മാസമാണ്. നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്തിന് പടച്ചതമ്പുരാനോട് നന്ദി ചെയ്യേണ്ട മാസമാണ്. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവരോടാണ് പടച്ചതമ്പുരാൻ കരുണ കാണിക്കുക. ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കിൻ. നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്ത്, നിങ്ങൾക്ക് അല്ലാഹു തന്ന കഴിവ് പാവപ്പെട്ടവന് വേണ്ടി കൊടുക്കിൻ. ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ള പടച്ചവൻ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇല്ലാത്തവനെ സഹായിക്കണം. അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം, 3 ചോദ്യങ്ങളുണ്ട്. മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് പടച്ചതമ്പുരാൻ 3 ചോദ്യങ്ങൾ ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം, പടച്ചവൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. നമ്മളോട് ചോദിക്കും, എനിക്ക് വിശന്നിട്ട് നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. റബ്ബിനോട് ചോദിക്കും, അന്ത റബ്ബുൽ ആലമീൻ, നീ സർവ്വലോക രക്ഷിതാവായ പടച്ചവനല്ലയോ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ നീയല്ല റബ്ബേ, നിനക്കെങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം തരിക? അപ്പോൾ അല്ലാഹു പറയും, എനിക്ക് ഭക്ഷണം തരിക എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമയ്ക്ക് നീ ഭക്ഷണം കൊടുത്തില്ല. വിശന്ന് പറഞ്ഞൊരു അടിമയുണ്ടായിരുന്നു, നിന്റെ നാട്ടിലുണ്ടായിരുന്നു, നിന്റെ അയൽവക്കത്തുണ്ടായിരുന്നു, നീ ഭക്ഷണം കൊടുത്തില്ല. നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് സംതൃപ്തിയാകുമായിരുന്നു. നീ എനിക്ക് വസ്ത്രം തന്നില്ല എന്ന് അല്ലാഹു പരാതി പറയും. ചോദിക്കും, നിനക്കെന്തിനാണ് പടച്ചോനെ വസ്ത്രം? പറയും, വസ്ത്രമില്ലാത്ത ധാരാളം ആളുകൾ നിന്റെ നാട്ടിലുണ്ടായിരുന്നു, നിനക്ക് ഞാൻ വാരിക്കോരി സമ്പത്ത് തന്നിരുന്നു, നിന്റെ സമ്പത്തിൽ നിന്നും വസ്ത്രമില്ലാത്തവന് നീ വസ്ത്രം കൊടുത്തില്ല. നീ അവന് വസ്ത്രം കൊടുത്തിരുന്നെങ്കിൽ നീ എന്നെ സംതൃപ്തനാക്കുമായിരുന്നു. നീ എന്നെ സന്ദർശിച്ചില്ല, എനിക്ക് രോഗം വന്നിട്ട് എന്നെ കാണാൻ വന്നില്ല. അള്ളാഹു പറയും,
നമ്മൾ ചോദിക്കും, പടച്ചോനെ നീ സർവ്വലോക രക്ഷിതാവല്ലേ, നിനക്കെങ്ങനെ രോഗം വരാനാണ്? പടച്ചോൻ പറയും, ഇന്നയാൾ നിന്റെ അയൽവക്കത്ത് നിന്റെ കുടുംബത്തിൽ രോഗിയായിരുന്നു, അവനെ നീ സന്ദർശിച്ചില്ല. അവനെ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ എൻ്റെ തൃപ്തി നിനക്ക് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് സഹജീവി സ്നേഹം, സഹജനങ്ങളോടുള്ള കാരുണ്യം, സമ്പത്ത് കൊണ്ട് അവരോട് ഇഹ്സാൻ ചെയ്യൽ, പരോപകാരം, ഇതൊക്കെ ഈ വിശുദ്ധ റമദാനിലെ വലിയ മൂല്യങ്ങളായി നമ്മൾ ഉയർത്തിപ്പിടിക്കണം. സർവോപരി ഒരൊറ്റ നോമ്പ് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആർക്കെങ്കിലും റമദാനിലെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലം യഖ്ലിഹി സൗമുദ്ദഹരി കുല്ലി, കാലം മുഴുവനും പിടിച്ചു വിട്ടിയാലും, നിങ്ങൾക്ക് ആ നോമ്പിനെ കളാവിട്ടിയാൽ പോലും, കാലം മുഴുവനും കളാവിട്ടിയാലും വിശുദ്ധ റമദാനിലെ നഷ്ടപ്പെട്ട ഒരു നോമ്പിന് പകരമാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗം നേടാനുള്ളൊരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അള്ളാഹു പറഞ്ഞു സൂറത്ത് അൽ ഇംറാനിൽ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, വിശ്വാസികളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരിൻ, നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് വരിൻ, ധൃതിയിൽ വരിൻ. ഏതാണ് ഈ സ്വർഗമെന്നറിയുമോ? അർളുഹ, അതിന്റെ വിശാലത, അതിന്റെ വീതി എന്ന് പറയുന്നത് ആകാശഭൂമികളുടെ അത്രയുമാണ്. ആകാശഭൂമികളോളം വിശാലമായ വീതിയുള്ള വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിൻ. പ്രത്യേകിച്ചും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ. ആർക്കാണ് ഈ സ്വർഗം? ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനവും നമ്മളെ മുത്തഖിയാക്കാൻ വേണ്ടിയാണ്. നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാനാണ് നിങ്ങൾക്ക് നോമ്പുണ്ടാക്കിയത്. അല്ലാതെ ചിലർ പറയും പോലെ പട്ടിണിയുടെ വിഷമറിയാനൊന്നുമല്ല. പട്ടിണിയുടെ വിഷമറിയാനാണെങ്കിൽ സുഡാനിലെ, ആഫ്രിക്കയിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരോട് നോമ്പ് പിടിക്കാൻ പറയരുത്. അവർക്കും നോമ്പുണ്ട്. അപ്പൊ നോമ്പെന്നുള്ളത് കേവലം വിശപ്പിന്റെ വേദന അറിയാൻ വേണ്ടി മാത്രമല്ല. നോമ്പ് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനാണ്. നോമ്പ് മനുഷ്യനെ മുത്തക്കിയാക്കാൻ വേണ്ടിയാണ്. നോമ്പെന്ന് പറയുന്ന ഒരു പാഠശാലയാണ്. ഈ പാഠശാലയിലൂടെ വിശ്വാസിയെ മെരുക്കിയെടുത്ത് തഖ്വയുള്ളവനാക്കി സ്വർഗാവകാശിയാക്കി തീർക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിശ്ചയിച്ചത്. ആരാണ് മുത്തക്കി എന്ന് തുടർന്ന് അല്ലാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും തന്റെ സമ്പത്ത് ചെലവഴിക്കുന്നവനാണ് മുത്തക്കി. ഉൽകാലിമീനൽ ഗൈള, ദേഷ്യം വരുമ്പോൾ അതിനെ കടിച്ചു വിഴുങ്ങുന്നവനാണ് മുത്തക്കി. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് മുത്തക്കി. ഇങ്ങനെ തന്റെ സമ്പത്ത് ചെലവഴിച്ച് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്ത് ദേഷ്യത്തെ കടിച്ചമർത്തി സൽസ്വഭാവിയായി ഒരു ഹുസ്നുൽ ഖുൽഖിന്റെ ഉടമയായി മാറുമ്പോഴാണ് അല്ലാഹു തആല സ്വർഗം നൽകുക നമുക്ക്. അല്ലാതെ സൽസ്വഭാവി അല്ലാത്ത ഒരാൾക്കും പടച്ചോന്റെ സ്വർഗം ലഭ്യമല്ല. സൽസ്വഭാവി അല്ലാത്ത ഒരാൾ മുത്തക്കിയല്ല. ഒരാളുടെ നമസ്കാരം കണ്ടോ നോമ്പ് കണ്ടോ അല്ല ഒരാളുടെ തഖ്വ അളക്കേണ്ടത്. അത്തഖ്വ ഹാഹുന, തഖ്വ മനുഷ്യന്റെ മനസ്സിലാണ്. തൊപ്പി ആർക്കും കിട്ടും. കടയിൽ ചെന്ന ഇക്കറ ബുക്ക് സ്റ്റാളിൽ ചെന്ന തൊപ്പി എല്ലാവർക്കും കിട്ടും. പൊന്തനാലിലോ പുളിക്കലിലോ ചെന്ന തലേ കെട്ടാനുള്ള കിട്ടും, ഇതും കിട്ടും. ജുബ്ബ എത്ര നീളം കൂടിയതും ആർക്കും കിട്ടും. പക്ഷേ ഇതൊന്നുമല്ല തഖ്വയുടെ യഥാർത്ഥ അടയാളം. ഇമാം ഗസാലി പറഞ്ഞല്ലോ, ലാ തഖ്തറ ബില്ലുഹ, ഒരാളുടെയും താടിയുടെ നീളം കണ്ട് നീ വഞ്ചിതനാകണ്ട. ഒരാളുടെയും താടിയുടെ നീളം കണ്ട് നീ വഞ്ചിതനാകണ്ട. ഫൈനൽ ലുഹാലിൽ ഗനം, ആടിനുണ്ടോ താടി. താടിയുടെ വലിപ്പമല്ല, കുപ്പായത്തിന്റെ നീളമല്ല, തലപ്പാവിന്റെ വലിപ്പമല്ല തഖ്വ ഇളക്കാനുള്ള മാനദണ്ഡം. അത്തഖ്വ ഹാഉന, തഖ്വ മനസ്സിലാണ്, ഭക്തി മനസ്സിലാണ്. അതുണ്ടെന്നുള്ളതിന്റെ അടയാളങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അതിലുപരി സമ്പത്ത് ചെലവഴിക്കാനുള്ള സന്മനസ് എന്നുള്ളത് ഒരാളുടെ തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി മഹല്ല് ജമാഅത്ത് ഈ സംഘടിപ്പിച്ച, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ഈ പദ്ധതികളുടെയൊക്കെ എല്ലാം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ 2 പരിപാടി, ഒന്ന് സക്കാത്ത് സംവിധാനവും മറ്റൊന്ന് കൗൺസിലിംഗ് പ്രീ മാരിറ്റി കോഴ്സും. ഇത് രണ്ടും വളരെ സജീവമായി നമ്മുടെ മഹല്ലിൽ ഈ റമദാനിൽ തന്നെ നടപ്പിലാക്കി നമ്മുടെ മഹല്ല് നേരിടുന്ന, പൊതുവെ സമൂഹം നേരിടുന്ന, സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ അർഹമുറാഹിമീനായ പടച്ചതമ്പുരാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് മാപ്പാക്കി തരുമാറാകട്ടെ. വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള സന്മനസ്സും ആയുസ്സും ആരോഗ്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനിക്കുമാറാകട്ടെ. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി സംഭാവന ചെയ്ത ആളുകൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മരണപ്പെട്ട ആളുകൾ, അവർക്കെല്ലാം ഈ ജാരിയായ സദക്കയുടെ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇതിൻ്റെ മുന്നണി പ്രവർത്തകരായ നമ്മുടെ മഹല്ല് പരിപാലന സമിതി അംഗങ്ങൾ, അവരെ സഹായിക്കുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, ഈ ജമാഅത്തിന്റെ അഭ്യുദയകാംക്ഷികൾ, കൗൺസിലർമാർ, എല്ലാവർക്കും അല്ലാഹു തആല ഉന്നതമായ വിജയവും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിപ്പറമ്പിൽ കവറടക്കപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി പൂർവ്വകാലത്ത് ത്യാഗം ചെയ്ത, ഇന്ന് ത്യാഗം കുറവാണ്,
ഒരു കാലത്ത് പുത്തമ്പള്ളിയുടെ പ്രസിഡന്റ് ഇവിടുത്തെ ഹത്തീബായിരുന്നു, സെക്രട്ടറി മോദിനായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഇന്ന് പള്ളിക്ക് സമ്പത്തുണ്ടായപ്പോഴാണ് ഈ പള്ളി മാത്രമല്ല മിക്ക പള്ളികളും ഇലക്ഷനും മത്സരത്തിലേക്കും പ്രസിഡന്റും സെക്രട്ടറി ആകാൻ വേണ്ടിയുള്ള അടിയും പിടിയൊക്കെ വായി തുടങ്ങിയത്. അതുകൊണ്ടൊരു കഷ്ടകാലം മുമ്പുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ മറന്നു പോകരുത്. അന്ന് ഈ മഹല്ലിന് വേണ്ടി സേവനം ചെയ്ത, ഇന്ന് ഈ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാട്ടിലെ പൂർവ്വപിതാക്കൾ, പൂർവികരായ മനുഷ്യന്മാർ, എല്ലാവർക്കും അല്ലാഹു തആല മർഹമത്ത് നൽകുമാറാകട്ടെ. ഈ നാട്ടിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന്, മദ്രസ വിദ്യാഭ്യാസ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നമ്മുടെ നദീർ ഉസ്താദിൻ്റെ വല്യപ്പ മൊയ്തീൻകുട്ടി ഹാജി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹമൊക്കെ തുടങ്ങി വെച്ച ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഞാനടക്കമുള്ള പണ്ഡിതന്മാരോട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും ബഹുമാന്യനായ അലിയാർ മൗലവി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ഈസ ഉസ്താദ്, യൂസുഫ് മൗലവി, ദാരിമി ഉൾപ്പെടെയുള്ള ഈ മഹല്ലിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.